ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ചാനലിൽ ഞാൻ സിനിമ റിവ്യൂസും തിയേറ്റർ റിവ്യൂസും ആണ് ഇടുന്നത്. എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ സിനിമയായ സർവം മായ എന്നുള്ളൊരു മൂവി കാണാൻ വന്നിരിക്കുകയാണ് ആസ് യൂഷ്വൽ ഏരീസ് പ്ലക്സിൽ. അപ്പോൾ ഈ മൂവിയെ പറ്റി പറയാനാണെങ്കിൽ നിവിൻ പോളിയുടെ ഒരു നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് ഇറങ്ങുന്ന ഒരു മൂവിയാണ്. അപ്പോൾ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നിവിൻ പോളി അജു വർഗീസ് കോംബോ വരുന്ന ഒരു മൂവിയാണ് ഇത് സർവം മായ. അപ്പോൾ ഇതിൻ്റെ ഡയറക്ടർ വരുന്ന അഖിൽ സത്യനാണ് ഇതിൻ്റെ ഡയറക്ടറായിട്ട് വരുന്നത് ഈ മൂവിയുടെ. അതുപോലെ തന്നെ അത് മെയിൻലി ആക്ടേഴ്സായിട്ട് വന്നിട്ടുള്ള അജു വർഗീസ്, നിവിൻ പോളി, ജനാർദ്ദനൻ, അങ്ങനെ കുറേ പേരുണ്ട് അപ്പോൾ ഇതിനകത്ത്. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവിയാണിത്. അപ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടിയൊരു മൂവിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് കാണാൻ വിചാരിച്ചു. കാരണം നല്ലൊരു ഫീൽ ഗുഡ് മൂവി കണ്ടിട്ട് കുറച്ച് നാളെ. അപ്പോൾ എന്തായാലും ഈ മൂവി കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പറയാം. ഓക്കെ, ഇനി എന്തായാലും ഇൻ്റർവെല്ലായിട്ട് എന്താണെന്നുള്ള കാര്യം പറയാം. കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ മൂവി സാധാരണ ഒരു നോർമൽ മൂവിയല്ലേ. അപ്പോൾ എന്തായാലും എന്താ പറയുക, ഇൻ്റർവെല്ലായിട്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ കഴിച്ച പടം ഫസ്റ്റ് ഹാഫ് കണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, നല്ലൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി ഫസ്റ്റ് ഹാഫ് വരെ കണ്ടപ്പോൾ. ഇത് മെയിൻലി ഒരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. എന്നും പറഞ്ഞാൽ പ്രേതത്തിനെ അങ്ങനെ രീതി കാണിക്കുന്നില്ല, എന്നാലും ഒരു നല്ല രസത്തിലാണ് ആ ഒരു പ്ലേസ്മെൻറ്റ്, ഹൊറർ മൂഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു മൂഡിൽ ഞാൻ ഒരു പടം ഇങ്ങനെ കണ്ടിട്ടില്ല. അതെന്തായാലും എനിക്ക് നല്ല രീതിയിൽ അത് വർക്കൗട്ടായി ഒരു മൂവി. അപ്പോൾ മൊത്തത്തിൽ പറഞ്ഞാൽ എനിക്ക് ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അജു വർഗീസിൻ്റെയും നിവിൻ പോളിയുടെയും കോംബോസ് നല്ല രസമായിരുന്നു. ഇവർ രണ്ടൊരു പൂജാരിയായിട്ട് തന്നെ വരും. നമ്മുടെ പോസ്റ്ററിൽ കണ്ടപോലെ ആ ഒരു ഗെറ്റപ്പിലാണ് വരുന്നത്. അതുപോലെ തന്നെ ജനാർദ്ദനൻ ഈ നിവിൻ പോളിയുടെ ഒരു ഫാമിലി മെമ്പറായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഈ നിവിൻ പോളിയുടെ ലൈഫിലേക്കൊരു ഹൊറർ വരുന്നു. അതിനെ വേറെ നല്ല രീതിയിൽ, നല്ല മൂഡിൽ, നല്ല കോമഡി രീതിയിൽ കാണിക്കുന്നതാണ് ഫസ്റ്റ് ഹാഫ് പോയിരിക്കുന്നത്. അതുപോലെ ആയിരിക്കും ഇനി സെക്കൻഡ് ഹാഫും. അത് കണ്ടിട്ടില്ല, എന്തായാലും അതും കൂടെ കണ്ടിട്ട് പറയാം. എന്തായാലും ഫസ്റ്റ് ഹാഫ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. എന്താ പറയുക, നല്ല രീതിയിൽ ഫസ്റ്റ് ഹാഫ് പോയിട്ടുള്ള കുറച്ച് ലാഗായിരുന്നു, എന്നാലും നല്ല കോമഡി രീതിയൊക്കെ നല്ല വർക്കൗട്ടായിട്ടുണ്ട്. എന്നാലും ആ ഹൊറർ പ്ലേസ്മെൻറ്റ് എന്തായാലും ഗംഭീരം തന്നെ പറയാം. ആ ഒരു രീതി പ്ലേസ് ചെയ്തത് നല്ല രസത്തിലാണ് പ്ലേസ് ചെയ്തത്, ആ ഹൊറർ രീതി. എന്നാൽ ഹൊററിനെ കാണിക്കുന്നുണ്ട്, എന്നാലും അങ്ങനെ പേടിപ്പിക്കുന്ന രീതിയിലല്ല കാണിച്ചിട്ടുള്ള. അതുകൊണ്ട് ആ ഒരു പ്ലേസ്മെൻറ്റ് എന്തായാലും കൊള്ളാം. എനിക്കെന്തായാലും ഫസ്റ്റ് ഹാഫ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഡയറക്ഷൻ വൈസായാലും സ്ക്രിപ്റ്റ് വൈസായാലും എന്തുകൊണ്ടും കൊള്ളാം. ഈ ഒരു വെക്കേഷൻ സമയത്ത് ഫീൽ ഗുഡ് മൂവി ആസ്വദിക്കാനുണ്ടെങ്കിൽ ഇതൊന്ന് കാണുക. എന്തായാലും നിവിൻ പോളിയുടെ ഒരു നല്ല രീതിയിൽ കോമഡിയൊക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ആ പഴയ പ്ലേസ്മെൻറ്റ്, പഴയ കുറച്ച് ഡയലോഗൊക്കെ കാണിച്ച് ആ ഒരു നിവിൻ പോളിയുടെ കോമഡിയൊക്കെ രീതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഫസ്റ്റ് ഹാഫ്. അപ്പോൾ എന്ത് പറയാം, നമുക്കിനി സെക്കൻഡ് ഹാഫ് കൊണ്ടിട്ട് ബാക്കി എന്താ നല്ല കാര്യം. അങ്ങനെ കഴിച്ച നമ്മുടെ പടം സെക്കൻഡ് ഹാഫ് കൊണ്ട് കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്താ പറയുക, നമ്മളെ ഫസ്റ്റ് ഹാഫ് കണ്ട പോലെ ഫുൾ കോമഡി ആയിട്ടല്ല സെക്കൻഡ് ഹാഫിലൊക്കെ ആകുമ്പോൾ കുറച്ച് ഇമോഷണൽ രീതിയും ആ ഹൊററിൻ്റെ നല്ല ഗോസ്റ്റിൻ്റെ കുറച്ച് ഫ്ലാഷ് ബാക്കും അങ്ങനെയാണ് ഗോസ്റ്റ് ആയെന്നുള്ള രീതിയെ കാണിച്ച് നല്ല രീതിയിൽ കൊള്ളാം. എന്തായാലും ആ ഗോസ്റ്റായിട്ട് വന്നൊരു പെൺകുട്ടി പുതിയൊരു പുതുമുഖമാണ്. അപ്പോൾ വേറൊരു സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഈ സിനിമയിലാണെന്ന് തോന്നുന്നു ആദ്യമായിട്ട് പുതുമുഖമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഓവറോൾ പടത്തിനെ പറ്റി പറഞ്ഞാൽ നല്ലൊരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന നല്ല സിനിമയാണ്. നമുക്ക് ഫാമിലിയായിട്ട് പോയി കാണാൻ പറ്റിയ കിടിലം ഒരു ക്ലീൻ സിനിമയെന്ന് തന്നെ പറയാം. വേറെ ഒരു അനാവശ്യമായിട്ട് ഒരു ഡയലോഗോ അങ്ങനെ ഒന്നുമില്ല. നല്ല രീതിയിൽ 2.5 മണിക്കൂർ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫീൽ ഗുഡ് മൂവി. നിവിൻ പോളിയുടെ വൺ ഓഫ് ദ ഒരു ഫീൽ ഗുഡ് മൂവിയാണെന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇതിനു മുമ്പ് നിവിൻ പോളിയുടെ ഇഷ്ടപ്പെട്ടത് വർഷങ്ങൾക്ക് ശേഷമാണ് നിവിൻ പോളിയുടെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ. അത് നിവിൻ പോളി ഒരു ക്യാമിയോ ആയിട്ടാണ് വന്നത്, എന്നാലും ആ മൂവി എനിക്ക് ആ നിവിൻ പോളി ഉണ്ടുകൊണ്ടാണ് സിനിമ ഇഷ്ടപ്പെട്ടത്. നിവിൻ പോളി ഇല്ലെങ്കിൽ ആ സിനിമ മോശമെന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും എനിക്ക് ആ നിവിൻ പോളി വന്നതിന് പിന്നെ ആ വർഷങ്ങൾക്ക് ശേഷം എന്നുള്ള സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഇറങ്ങിയ മലയാളി ഫ്രം ഇന്ത്യ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിനുശേഷം ഞാൻ നിവിൻ പോളിയുടെ സിനിമ നോക്കുമ്പോൾ ഇത് നല്ലൊരു ഫീൽ ഗുഡ് മൂവിയായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും അതിപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയാണല്ലോ നിവിൻ പോളിയുടെ ഒരു ഹോട്ട്സ്റ്റാറിലൊരു സിനിമ ഇറങ്ങിയില്ല, അതും കൊള്ളാം. എന്നാലും അതൊരു വേറെ ടൈപ്പ് ജോണർ സിനിമയാണ്. പക്ഷേ എന്നാൽ ഇതൊരു നല്ല രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ, നല്ല ചിരിച്ചും അജു വർഗീസിൻ്റെ ആയാലും നിവിൻ പോളിയുടെ ആയാലും ജനാർദ്ദൻ്റെ ആയാലും എല്ലാവരുടെയും നല്ലൊരു കോമ്പോസും അവരുടെ കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹൊററിനെ ബേസ് ചെയ്താണ് കഥ പോകുന്നത്, എന്നാലും നല്ല രീതിയിൽ ആ ഹൊറർ എന്നുള്ളൊരു മൂഡ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രേതത്തിൻ്റെ ഒരു മൂഡ് നല്ല രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊന്നും പറഞ്ഞത് പേടിപ്പിക്കുന്ന രീതിയിലല്ല, അതുപോലെ നല്ല രീതിയിൽ
ഇങ്ങനെ ഒരു ജോണറിൽ എനിക്ക് തോന്നുന്നു സിനിമ ഇറങ്ങിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. ഇറങ്ങി കാണും, പക്ഷെ എന്നാലും എനിക്ക് ഓർക്കുന്നില്ല. എന്നാലും ഇതൊരു ഇങ്ങനെ ഒരു ജോണറിൽ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഈ സിനിമ. ഹൊറർ ജോണർ തന്നെ, എന്നാലും ഈ ഒരു ടൈപ്പിൽ ഒരു പ്രേത സിനിമ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. ഇതിനു മുമ്പ് ഇറങ്ങി ഹലോ മമ്മി ആയാലും അതിനകത്ത് കുറച്ച് ക്ലൈമാക്സ് ഒക്കെ പേടിപ്പിക്കുന്ന രീതിയിലും കാണും. പക്ഷെ എന്നാൽ ഇത് ഫുൾ ഓൺ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല ചിരിച്ചും നല്ല രീതിയിൽ കാണാൻ പറ്റി നല്ലൊരു നിവിൻ പോളിയുടെ ഒരു നല്ലൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. നിവിൻ പോളിയുടെ, അജു വർഗീസിൻ്റെ ഇതിൻ്റെ ഡയറക്ഷൻ ആയാലും നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ എഡിറ്റിംഗ് ആയാലും സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാവരുടെയും ഇതിനകത്ത് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും നല്ല രീതിയിൽ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഇതിനകത്ത് എഡിറ്റിംഗ് ആയാലും എല്ലാവർക്കും നല്ല രീതിയിൽ ഹാൻഡ്സ് ഓഫ് കൊടുക്കുന്നു. കാരണം അവർക്ക് ചെയ്ത പണി നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ എഡിറ്റിംഗ് ആയാലും ആ ഒരു സൗണ്ട് മിക്സിങ് ആയാലും എല്ലാം കൊണ്ടും കൊള്ളാം. ഇതിനകത്ത് മെയിൻലി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കൊന്നും അങ്ങനെ വലുതായിട്ട് കേൾപ്പിക്കുന്നില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിലും വളരെ ചുരുക്കം സ്ഥലത്തൊക്കെ കേൾപ്പിക്കുന്നുള്ളൂ. മൊത്തത്തിൽ ഡയലോഗ് മാത്രമേ കേൾക്കാം. നമുക്ക് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായിട്ടൊന്നും കേട്ടില്ല. അത് അങ്ങനെ ഈ മൂവി അങ്ങനത്തെ ഒരു ടൈപ്പ് മൂവിയാണ്. എന്നാലും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റി, നല്ല ചിരിച്ചും നല്ല രീതിയിൽ ഈ ക്രിസ്മസ് വെക്കേഷൻ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു മൂവിയാണ് സർവ്വമായ. നമുക്കൊരു മാസ് പടം കാണണമെങ്കിൽ നിങ്ങൾ ദിലീപിൻ്റെ ബബ്ബ പോയി കാണുക. അല്ലാത്ത പക്ഷം നല്ലൊരു ചിരിക്കാൻ എന്തായാലും പോയി കാണണമെങ്കിൽ ഈ സർവ്വമായ പോയി കാണുക. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട്ട് പ്രസ് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അപ്പോൾ ബൈ. അപ്പോൾ ഇനി വരുന്ന വീഡിയോസൊക്കെ തന്നെ, ഇനി വരുന്ന മൂവിയുടെ റിവ്യൂസൊക്കെ ഇടാൻ നോക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ബൈ.